നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഫെബ്രുവരി മാസം 9-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഈ മാസം 12-ാം തീയതി വ്യാഴാഴ്ച രാജ്യവ്യാപകമായിട്ട് നടക്കുന്ന ദേശീയ പണിമുടക്കിൽ കേരളം പൂർണ്ണമായിട്ട് നിശ്ചലമാകും. അധ്യാപകരും വിദ്യാർത്ഥി സംഘടനകളും സമരത്തിൽ പങ്കുചേരുമെന്ന് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്ന് പ്രവർത്തിക്കില്ല. CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10 കേന്ദ്ര തൊഴിലാളി സംഘടനകളും വിവിധ ഫെഡറേഷനുകളും ബാങ്ക്, ഇൻഷുറൻസ് ജീവനക്കാരും ചേർന്ന് ഡൽഹിയിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പണിമുടക്കിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കർഷക മോർച്ച, മഹിളാ യുവജന സംഘടനകൾ എന്നിവരും സമരത്തിന്റെ ഭാഗമാകും. കശുവണ്ടി, കയർ, കൈത്തറി തുടങ്ങിയ പരമ്പരാഗത മേഖലകൾ മുതൽ IT, ടെലികോം, മോട്ടോർ വാഹനങ്ങൾ, നിർമ്മാണ മേഖല, ലോട്ടറി, തൊഴിലുറപ്പ് തുടങ്ങി എല്ലാ തൊഴിൽ രംഗത്തുള്ളവരും 24 മണിക്കൂർ പണിമുടക്കിൽ അണിനിരക്കുന്നതാണ്. വ്യാപാര സ്ഥാപനങ്ങളും കടകമ്പോളങ്ങളും അടഞ്ഞുകിടക്കുമെന്നും പത്രമാധ്യമ ജീവനക്കാരുമൊക്കെ തന്നെ സമരത്തിൽ പങ്കുചേരുമെന്നും സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ഇലക്ട്രോണിക് KYC അതുപോലെ തന്നെ ഫാർമേഴ്സ് ID എന്നിവയൊക്കെ നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലും കേരളത്തിലെ കർഷകർക്ക് നിലവിൽ ചില ഇളവുകൾ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് ID എല്ലാവർക്കും ലഭ്യമായി തുടങ്ങാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു ഇളവ്. എന്നാൽ KYC പൂർത്തിയാക്കിയവർക്ക് മാത്രമേ 2000 രൂപയുടെ ധനസഹായം ലഭിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പദ്ധതിയുടെ 22-ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഈ മാസം അവസാനമോ മാർച്ച് മാസം ആദ്യമോ ഒക്കെ വിതരണം ചെയ്യുമെന്നിരിക്കെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ സുപ്രധാന അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ധനസഹായം മുടങ്ങാതെ ലഭിക്കുന്നതിനായിട്ട് PM കിസാൻ വെബ്സൈറ്റിലെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിച്ചുകൊണ്ട് എല്ലാ നടപടികളും പൂർത്തിയാക്കിയെന്ന് എല്ലാവരും ഉറപ്പുവരുത്തേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. യുവജനങ്ങൾക്കായിട്ടുള്ള സ്കോളർഷിപ്പ് പദ്ധതിയുടെ അടുത്ത ഘട്ട വെരിഫിക്കേഷൻ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മുൻപ് അപ്രൂവൽ ലഭിക്കാത്ത ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപ്രൂവൽ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ പുതുതായിട്ട് അപ്രൂവൽ ലഭിക്കുന്നവർക്ക് ഈ ഫെബ്രുവരി മാസം മുതലുള്ള ധനസഹായത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ആകെ 5 ലക്ഷം പേർക്കാണ് ഈ സ്കോളർഷിപ്പ് ആനുകൂല്യം ലഭിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ നിശ്ചിത എണ്ണം ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും തുക അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ലിസ്റ്റുകൾ പുതുക്കിയിട്ടുള്ളതിനാൽ തന്നെ അപേക്ഷകർ ദയവായിട്ട് തങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ്. ഇങ്ങനെ അപ്രൂവൽ ആയവർക്ക് ഈ ഫെബ്രുവരി മാസം മുതൽ അടുത്ത 12 മാസത്തേക്കായിരിക്കും സ്കോളർഷിപ്പ് തുക ലഭിക്കുക. ഏതെങ്കിലും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന തൊഴിൽ രഹിതർക്കും സ്കീമിൽ കോഴ്സുകളൊക്കെ തന്നെ ചെയ്യുന്നവർക്കുമൊക്കെ തന്നെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയുള്ള 18-നും 30-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ട് വീട്ടമ്മമാർക്ക് 1000 രൂപ വീതം ലഭിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കായിട്ട് സുപ്രധാന ഒരു അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. നിലവിൽ സമർപ്പിച്ചിരിക്കുന്ന അപേക്ഷകളിൽ പലതും മടങ്ങി വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. എന്നാൽ ഇതൊരു അപേക്ഷ നിരസിക്കലല്ല, മറിച്ച് രേഖകളിലെ പൊരുത്തക്കേടുകളൊക്കെ തന്നെ പരിഹരിച്ച് വീണ്ടും സമർപ്പിക്കാനുള്ള ഒരു അവസരമാണ്. അപേക്ഷയിലെ പേരും കൈവശമുള്ള രേഖകളിലേക്ക് തന്നെ പേരും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ അപേക്ഷകൾ തിരിച്ചയക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ 1 and same സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ, ആവശ്യമായ രേഖകൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപേക്ഷയിൽ പിഴവുകളൊക്കെ വന്നവർ മാത്രമാണ് ഇത്തരത്തിൽ തിരുത്തലുകളൊക്കെ തന്നെ വരുത്തേണ്ടതായിട്ടുള്ളത്. നിങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് സബ്മിറ്റഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അത് നിലവിൽ പ്രോസസ്സിങ്ങിലാണെന്ന് മനസ്സിലാക്കാം. ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നിങ്ങളുടെ ഫോണുകളിലേക്ക് SMS ആയിട്ടൊക്കെ തന്നെ വരാം. അതല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ്. കൂടുതൽ സംശയങ്ങൾക്കോ തിരുത്തലുകൾക്കോ അപേക്ഷ സമർപ്പിച്ച അക്ഷയ കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായിട്ട് ഇതാ ഒരു സുപ്രധാന അറിയിപ്പ് വരികയാണ്. ഫെബ്രുവരിയിലെ വിതരണ നടപടികൾ ഈ മാസം 20-ാം തീയതിക്ക് ശേഷമായിരിക്കും ആരംഭിക്കുക. 25-ാം തീയതിയോടെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും തുക എത്തിത്തുടങ്ങുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇനി മുതൽ എല്ലാ മാസവും 20-നും 30-നും ഇടയിലുള്ള തീയതികൾ തന്നെയായിരിക്കും പെൻഷന്റെ വിതരണം ഉണ്ടാവുക. സംസ്ഥാനത്ത് പെൻഷൻ വിതരണമൊക്കെ തന്നെ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് സർക്കാർ ഏകദേശം 14,500 കോടി രൂപയുടെ പ്രത്യേക ഫണ്ട് ഇപ്പോൾ നീക്കിവെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ രേഖാ സമർപ്പണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ അനിവാര്യമാണ്. വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും ഒക്കെ തന്നെ കൈപ്പറ്റുന്ന 60 വയസ്സിൽ താഴെയുള്ളവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റും ആധാറിൻ്റെ കോപ്പിയും ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തവരും പെൻഷൻ മുടങ്ങാതിരിക്കാനായിട്ട് അടിയന്തരമായി തന്നെ അത് സമർപ്പിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്നലെ ഫെബ്രുവരി 8-ാം തീയതി മാറ്റമില്ല. ഗ്രാമിന് 14,355 രൂപയും പവന് 1,14,840 രൂപയുമാണ് വിപണി നിരക്ക്. സ്വർണ്ണവിലയിലുണ്ടായ കുതിപ്പ് മുതലെടുത്തുകൊണ്ട് നിക്ഷേപകർ നടത്തിയ ലാഭമെടുപ്പും അതോടൊപ്പം തന്നെ സ്വർണ്ണത്തെ പുറകോട്ട് വലിച്ചിരുന്നു. എന്നാൽ നിലവിൽ വീണ്ടും സ്വർണം നടത്തുന്ന കുതിച്ചുചാട്ടം അത് നിക്ഷേപകർക്ക് വീണ്ടും ഗുണകരമാകും. വരും ആഴ്ചകളിലും സ്വർണ്ണം ഇതേ നിരക്കിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്.
എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.